നമസ്കാരം, തേട ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന ജീവിതശൈലി രോഗങ്ങളിൽ ഒന്നാണ് ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ലോകത്തിൽ ഏകദേശം 1/3 ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. എന്നാൽ അതിൽ പലർക്കും തങ്ങൾക്ക് ഈ രോഗാവസ്ഥയുണ്ട് എന്നത് അറിയില്ല. കാരണം ഹൈപ്പർ ടെൻഷൻ പലപ്പോഴും യാതൊരു ലക്ഷണങ്ങളും കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ അതിനെ സൈലന്റ് കില്ലർ എന്നും വിളിക്കാറുണ്ട്. ഹൃദയം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യുമ്പോൾ രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ അനുഭവപ്പെടുന്ന സമ്മർദ്ദത്തെയാണ് നാം ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. സാധാരണയായി 120/80 ആരോഗ്യകരമായ രക്തസമ്മർദ്ദം. ഇത് 140/90 അല്ലെങ്കിൽ അതിൽ കൂടുതലാകുമ്പോൾ ഉയർന്ന രക്തസമ്മർദ്ദമായി കണക്കാക്കുന്നു. പ്രായം കൂടുക, അമിത ഉപ്പിന്റെ ഉപയോഗം, ഫാസ്റ്റ് ഫുഡുകൾ, വ്യായാമക്കുറവ്, മാനസിക സമ്മർദ്ദം, പുകവലി, മദ്യപാനം എന്നിവ ഹൈപ്പർ ടെൻഷന് കാരണമാക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. മുൻകാലങ്ങളിൽ പ്രായമായവരിലാണ് ഈ രോഗം കൂടുതലായി കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ചെറുപ്പക്കാരിലും ഇത് വ്യാപകമായി കണ്ടുവരുന്നു. ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളാണ് ഇതിന് പ്രധാന കാരണം. പലപ്പോഴും യാതൊരു ലക്ഷണങ്ങളും കാണിക്കാതെ വർഷങ്ങളോളം ശരീരത്തെ ബാധിക്കുന്ന ഹൈപ്പർ ടെൻഷൻ ഹൃദയാഘാതം, സ്ട്രോക്ക്, വൃക്കരോഗങ്ങൾ തുടങ്ങിയ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കാം. അതുകൊണ്ട് തന്നെ പ്രതിരോധമാണ് ഏറ്റവും നല്ല മാർഗം. ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുക, പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുക, ദിവസവും കുറഞ്ഞത് 30 മിനിറ്റ് വ്യായാമം ചെയ്യുക, മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുക, പുകവലിയും മദ്യപാനവും ഒഴിവാക്കുക എന്നിവ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാൻ സഹായിക്കും. കൂടാതെ 30 വയസ്സിന് മുകളിലുള്ളവർ, കുടുംബത്തിൽ ഹൈപ്പർ ടെൻഷൻ ചരിത്രമുള്ളവർ, പ്രമേയമോ അമിതവണ്ണമോ ഉള്ളവർ എന്നിവ പതിവായി ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യേണ്ടതാണ്. ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കൃത്യമായി കഴിക്കുകയും സ്വമേധയാ മരുന്ന് നിർത്താതിരിക്കുകയും വേണം. ഓർക്കുക, ഹൈപ്പർ ടെൻഷൻ നിശബ്ദമായി ശരീരത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ്. എന്നാൽ കൃത്യമായ പരിശോധനയും ആരോഗ്യകരമായ ജീവിതശൈലിയും ഉണ്ടെങ്കിൽ അതിനെ ഫലപ്രദമായി നിയന്ത്രിക്കുവാനും ആരോഗ്യകരമായ ജീവിതം നയിക്കുവാനും സാധിക്കും.